അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള കാലമാണ്. 9ാം ഭാവത്തിൽ വ്യാഴശുക്രന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം പൊതുവെ മറ്റു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഗ്രഹസ്ഥിതി കൊണ്ട്, ഈ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും 9ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. മുൻപ് മുടങ്ങി പോയിരുന്ന ചില സംരംഭങ്ങളോ പദ്ധതികളോ ഒക്കെ മുന്നോട്ട് പോകാൻ, അത് ചലിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണാവുന്നതാണ്. അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശ പഠനം, അങ്ങനെയുള്ള വിദേശവുമായിട്ട് ഗവേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും പുരോഗമിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് മെച്ചവും, ഭാവിയിലേക്കുള്ള മെച്ചവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായിട്ട് പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് കാണാം. യാത്രയിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, ഇപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചില ഗവേഷണങ്ങൾക്കും മറ്റും ചിലവ് ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകേണ്ടതായിട്ടുള്ള ഫലങ്ങളും അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ്. അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക മെച്ചവും ഉണ്ടാകുന്നതായിട്ട് കാണാം. ആരോഗ്യപരമായിട്ട് സാധാരണ നിലയിൽ തന്നെ തുടരും. എന്നാൽ ചില വയറ് സംബന്ധമായിട്ടുള്ള ദഹന പ്രക്രിയ സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ വരാവുന്നതാണ്. ഭക്ഷണത്തിൽ കൂടെ ഉള്ള ഭക്ഷ്യവിഷബാധ പോലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവരിൽ നിന്ന്, അതായത് കുടുംബത്തിലെ കാരണവന്മാരിൽ നിന്നും, അച്ഛനമ്മമാർ, മുത്തശ്ശൻ മുത്തശ്ശി മുതലായിട്ടുള്ളവർ, അമ്മാവന്മാർ, ഇവരിൽ നിന്നൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനിടവരും. അവരുടെ അനുഗ്രഹവും ഉണ്ടാവുന്നതാണ്. അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക, ശിവന് അഭിഷേകം നടത്തുക. സ്വയം ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനം ചെയ്ത് അവിടെ അഭിഷേകാദികൾക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്.